2014 ഞാൻ BEd കഴിഞ്ഞത്. ശരിക്കും ഞാൻ PG വിത്ത് BEd ആയിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു ഷെയിം തോന്നി, ഇങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പം പിന്നെ സ്കൂളിൽ പോക്ക് അങ്ങ് നിന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു ട്യൂഷൻ സെൻറ്റർ തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ട്യൂഷൻ സെൻറ്റർ തുടങ്ങാം. അങ്ങനെ ഞങ്ങളൊരു ഇപ്പോൾ 9ാമത്തെ വർഷമാണ് ട്യൂഷൻ സെൻറ്റർ. 10th ക്ലാസ് വരെയുണ്ട്. ഏകദേശം 100 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ CTET അപ്പിയർ ചെയ്തു. CTET അതിൻ്റെ കോച്ചിങ് സെൻറ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഓൺലൈൻ ആണ്. അപ്പം പൈസ എല്ലാം അടച്ച് ഞാൻ ചേർന്നെങ്കിലും അവരെനിക്ക് ഒരു ഗൈഡൻസും തന്നില്ല. പിന്നെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു 20 മാർക്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജയിക്കാറുണ്ട്. കാരണം എനിക്ക് ടൈം മാനേജ്മെൻറ്റ് അറിയത്തില്ലാതെ പോയി. യൂട്യൂബൊക്കെ കാണുമ്പോൾ ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇങ്ങനെ കുറേ നിങ്ങളുടെ ഓരോ മോട്ടിവേഷൻസ് കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നി, എന്നാൽ ഈ ഇത്രയും പഠിച്ചാൽ പോരല്ലോ, നമുക്കൊരു കേറ്ററ്റും കൂടെ വേണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ ഓർത്ത് പോട്ടെ, CTET പോട്ടെ, എന്നാൽ എനിക്ക് കേറ്ററ്റ് ഒന്ന് നോക്കാം. അങ്ങനെയാണ് ഈ കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. ഈ കുറച്ച് ആഴ്ചയിൽ വീക്കിലി എക്സാംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനൊക്കെ മാർക്കുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. പിന്നെ മെൻറ്ററായിരുന്ന മിസ് ഷാലിമ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എന്നോട് എപ്പോൾ വിളിച്ചാലും വളരെ സ്നേഹത്തോടെ ഇടപെടും. പിന്നെ എനിക്ക് എന്തോ കോൺഫിഡൻസ് കിട്ടി. നിങ്ങളുടെ എല്ലാ സംസാരം, പ്രത്യേകിച്ച് ആശാ മാമിൻ്റെത്, വേറെ കുറച്ച് മാംസ് ഉണ്ടായിരുന്നു, അവരുടെ എല്ലാ സംസാരം കേട്ടപ്പോഴത്തേനും എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് ആയി. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ 3rd പഠിച്ചത്, കേട്ടിട്ട് 3 പഠിച്ചെങ്കിലും എനിക്ക് 2 കൂടെ അതിനേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് 2നും കിട്ടി. അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും വളരെ വലിയ ഗൈഡൻസും സപ്പോർട്ടും എനിക്ക് വളരെ പ്രയോജനമായിരുന്നു.